ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ നിലവിലെ ടേബിൾ 1-2 സ്ഥാനത്തിരിക്കുന്ന ക്ലബ്ബുകളുടെ കഴിഞ്ഞ പ്രീമിയർ ലീഗ് ഗെയിം വീക്കിൽ നിന്നുള്ള മാച്ചസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സുകളാണ്. അപ്പോൾ നമുക്ക് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ലിവർപൂളിൻ്റെയും ചെൽസിയുടെയും മത്സരങ്ങളിൽ നിന്നുള്ള ടോക്കിംഗ് പോയിന്റ്സാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിവർപൂളിൻ്റെ മത്സരത്തിൽ എന്താണ് സംഭവിച്ചത്? ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂളിൻ്റെ മത്സരം ആൻഫീൽഡിൽ മാർക്കോ സിൽവയുടെ ഫുള്ളമിനെതിരെയായിരുന്നു. മത്സരം 2-2 എന്നുള്ള സമനിലയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയോ ചെൽസിയുടെ മത്സരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. തോമസ് ഫ്രാങ്കിൻ്റെ ബ്രെൻഫോർഡിനെതിരെ മത്സരം 2-1 എന്നുള്ള സ്കോറിൽ ചെൽസി വിജയിച്ചിരിക്കുകയാണ്. ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് എൻസോ മരസ്കയുടെ ചെൽസി സംബന്ധിച്ചിടത്തോളം ആ ഒരു ലണ്ടൻ ഡാർബിയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെന്താണ് ടേബിളിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ആർനെ സ്ലോട്ടിൻ്റെ ലിവർപൂൾ തന്നെയാണ് ടോപ്പിലിരിക്കുന്നത്. അവർ 15 മത്സരങ്ങളിൽ നിന്ന് 36 പോയിൻറ്റ്സ് സ്വരൂപിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ചെൽസിക്ക് 16 മത്സരങ്ങളിൽ നിന്ന് 34 പോയിൻറ്റ്സ് ആണുള്ളത്. 2 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പിലാണ് ചെൽസിയും ലിവർപൂൾ ഇരിക്കുന്നത്. പക്ഷേ ലിവർപൂളിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ മേഴ്സിസൈഡ് ഡാർബി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ വെതർ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ട്. ആ ഒരു മത്സരമാണ് ഗെയിം ഇൻ ഹാൻഡായിട്ട് അവർക്ക് ഉള്ളതെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്താണ് ലിവർപൂളിൻ്റെ മത്സരത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആ മത്സരം കാണാതെ ഒറ്റ നോട്ടത്തിൽ ആ റിസൾട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം എന്തായിരിക്കും? ലിവർപൂൾ ആൻഫീൽഡിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തു ഫുള്ളമിനെതിരെ. ഫുള്ളം നല്ല കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലൊരു ടീമാണ് മാർക്കോ സിൽവയുടെ കീഴിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ ആൻഫീൽഡിൽ ലിവർപൂൾ ഫുള്ളമിനെതിരെ 3 പോയിൻറ്റ്സ് നേടുമെന്നുള്ളത് തന്നെയാണ് മിക്ക ആളുകളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ലിവർപൂൾ. പക്ഷേ നമ്മൾ മത്സരത്തിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്നുള്ളത് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ നിന്ന് ആർനെ സ്ലോട്ടിൻ്റെ ടീമിന് ഒരുപാട് പോസിറ്റീവ്സ് എടുക്കാനുണ്ട്. ആർനെ സ്ലോട്ടിൻ്റെ ഈ ടീമിൻ്റെ പെർഫോമൻസിൽ നിന്ന് ലിവർപൂൾ ആരാധകരെ സംബന്ധിച്ചുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ മത്സരത്തിൻ്റെ കോൺടെക്സ്റ്റ് എന്താണ്? ആദ്യം ലിവർപൂൾ കൺസീഡ് ചെയ്യുന്നു. അതിൽ പിന്നെ പുവർ ഡിഫെൻഡിങ് ആണ് ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്, അത് നമുക്കറിയാം. പക്ഷേ 17ാമത്തെ മിനിറ്റിൽ ആൻഡി റോബർട്ട്സിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മത്സരത്തിൽ മൊത്തം എന്താണ്, ഒരു ഗോളിന് പുറകിലാണ് ആ ഒരു സാഹചര്യത്തിൽ. അതേപോലെ തന്നെ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഉള്ള ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടായിരുന്നല്ലോ എൻ്റെ ചങ്ങായിമാരെ, അൺബെലീവബിളായിരുന്നു. അതായത് ചില സമയങ്ങളിലൊക്കെ ആ കളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നത് ഇവർ 10 പേര് വെച്ച് തന്നെയാണോ കളിക്കുന്നത് എന്നുള്ളതായിരുന്നു. പലപ്പോഴും അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ, അവർ ബോൾ മൂവ് ചെയ്യുമ്പോൾ, അവർ ബോൾ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ, അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ 10 പേര് വെച്ചിട്ട് തന്നെയാണോ കളിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ഫുള്ളും അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു പിന്നെ ഒരാളുടെ കുറവ് നമുക്ക് ലിവർപൂളിൽ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസും ഫാൻറ്റാസ്റ്റിക് റിയാക്ഷനും ഗ്രേറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റും നെവർ ഗീവ് അപ്പ് മെൻറ്റാലിറ്റിയും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ആർനെ സ്ലോട്ടിനെ സംബന്ധിച്ചോളം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് പിന്നെ ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നൊരു സംഭവമായിരിക്കും. ഓവറോൾ മത്സരത്തിൽ നിന്ന് 1 പോയിൻ്റേ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ 2 തവണ മത്സരത്തിൽ പുറകിൽ പോയതിനു ശേഷമാണ് അവർ 2 തവണയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവർക്ക് ജയിക്കാനുള്ള അവസരം കൂടി ഉണ്ടായിരുന്നു. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പോരായ്മയിലാണ് ആ മത്സരം 10 പേര് വെച്ചിട്ട് ലിവർപൂൾ ജയിക്കാതിരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ഈ മത്സരം മറ്റു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെഫറിയുടെ ഡിസിഷൻസാണ്. വളരെ മോശം റെഫറിങ് ആയിരുന്നു ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ആന്ദ്രേസ് പെരേര എന്ന് പറയുന്ന ഫോമർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനാണ് ഫുള്ളമിന് വേണ്ടി മത്സരത്തിൽ മാർക്കോ സിൽവയുടെ ടീമിന് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഗോൾ വരുന്നത് എങ്ങനെയാണ്? അതിൽ പിന്നെ ഒരു സ്വിച്ച് വിൽസൺ ഫോമർ ലിവർപൂൾ പ്ലെയർ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് നടത്തി കൊടുക്കുന്നു. ഈ റോബിൻസൺ എന്ന് പറയുന്ന ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്ക് എൻ്റെ ചെങ്ങായിമാർ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 27 വയസ്സിൻ്റെ ചെങ്ങായിക്ക് 27 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പീക്ക് സമയമാണ് ഒരു ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം. ഏജാതി രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 27 വയസ്സ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഡേറ്റാ ബേസ്ഡ് സൈനിങ്ങുകൾ നടത്തുന്ന ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചെറിയ തോതിൽ ഒരു വിലങ്ങുതടിയാകാൻ സാധ്യതയുണ്ട്. കാരണം യങ് പ്ലേയേഴ്സിലേക്കായിരിക്കുമല്ലോ കൂടുതലും ഫോക്കസ് ഉണ്ടായിരിക്കുക. പക്ഷേ റോബിൻസനെ ഇപ്പോൾ ആർക്കെങ്കിലും സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവം തന്നെയാണ്. കാരണം ആൻഡി റോബർട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഒരു ലിവർപൂൾ ലെജൻഡായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്ലെയറാണ്. ഒരുപാട് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹം ഈ ടീമിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ ചോര നീരാക്കി തന്നെയാണ് അദ്ദേഹം വർക്കും കാര്യങ്ങളൊക്കെ ലിവർപൂളിന് വേണ്ടി ചെയ്തിട്ടുള്ളൂ. പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വന്തം ആരാധകർ തന്നെ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരും. അതിന് നിന്ന് കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ കൃത്യസമയത്ത് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെജൻഡറി സ്റ്റാറ്റസ് അങ്ങനെ തന്നെ നിലനിൽക്കും. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ആ ഒരു പഴിയേൽക്കലും ഒഴിവാക്കുന്നതായിരിക്കും ആ പ്ലെയറെ സംബന്ധിച്ചോളം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്ക് ലിവർപൂളിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം ഉണ്ടായിരിക്കും. മാനേജർമാർക്ക് അദ്ദേഹത്തെ ഇപ്പോഴും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ
അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് വേണം. കോസ്റ്റ സിമിക്കാസ് ഒക്കെ ഉണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഫിറ്റ് അല്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ കൃത്യമായിട്ടും ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലിവർപൂൾ കൊണ്ടുവരണം. അപ്പോഴാണ് ഈ റോബിൻസൻ്റെ ഈ ഒരു പ്രകടനം ആൻഫീൽഡിൽ തന്നെ നമ്മൾ കാണുന്നത്. മാർക്കോ സിൽവയുടെ ടീമിൽ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റൺ ചെയ്യുകയാണ്, ഒരു രക്ഷയില്ലാത്ത എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഒഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വില്ലിംഗ് റണ്ണർ. അപ്പോൾ ആ രീതിയിൽ ചെങ്ങായി ഒരു രക്ഷയില്ലാത്ത റണ്ണ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തിയിട്ടുണ്ട്. ഈ ഗോളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു റൺ ഉണ്ടായിരുന്നു. എന്നതിന് ശേഷം അവിടെ ആർണോൾഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ക്രോസ് തടയാനൊന്നും സാധിക്കുന്നില്ല. ഡിഫെൻസീവ്ലി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് നമുക്ക് അറിയുന്നതാണ്. ഒപ്പം വിങ്ങറിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, സാലയുടെ ഒരു സപ്പോർട്ട് ആ ഒരു ഏരിയയിൽ നിന്നുണ്ടായിരുന്നില്ല. റോബിൻസൺ തുടക്കം മുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് കയറി കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാലയുടെ ഭാഗത്ത് നിന്ന് ഒരു ട്രാക്ക് ബാക്കിങ് ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്രോസ് ബോക്സിലേക്ക് വരുന്നു. അത് ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ആൻഡ്രസ് പെരേര അവിടെ ഉണ്ട്. അപ്പോൾ ഈ റോബർട്ട്സൻ്റെ സംഭവമാണ്, റോബർട്ട്സൻ്റെ ഏരിയയിലാണ്, ആൾക്ക് അവിടെ അത് തടയാൻ സാധിക്കില്ല ആൻഡ്രസ് പെരേര. എന്നിട്ടും അക്രബാറ്റിക് വോളി അടിച്ചിട്ടാണ് അദ്ദേഹം അത് വലയിലേക്ക് ആക്കുന്നത്. ഫാന്റാസ്റ്റിക് സ്ട്രൈക്കാണ്. അപ്പം അങ്ങനെ ആ ഗോൾ വരുന്നു. ഇതിനു മുമ്പ് ഈ റോബർട്ട്സൻ്റെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. അതായത് പിന്നെ ടെറ്റയുടെ ഫൗള്, അതൊരു വല്ലാത്തൊരു ഫൗളായിരുന്നു. ചങ്ങായി ഭയങ്കര ലക്കി ബോയ് ആയിരുന്നു അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റോബർട്ട്സൻ്റെ നീ ഏരിയയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈ ഫുട്ട് ചാലഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ചാണ്, പക്ഷേ ബോൾ വിൻ ചെയ്തില്ല, ആളെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നാസ്റ്റി ചലഞ്ചായിരുന്നു. അവിടെ അത് ഒരു റെഡ് കാർഡിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. പക്ഷെ മറ്റൊന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ആൻഡ്രസ് പെരേരയുടെ ഈ ഗോൾ അടിക്കുന്നതിന് മുമ്പ് റയാൻ ഗ്രാഫൻബർഗിൻ്റെ അക്കിലീസിൻ്റെ ആ ഒരു ഏരിയയിൽ അദ്ദേഹം നടത്തിയുള്ള ഒരു ചാലഞ്ച് ഉണ്ട്. നോവെയർ നിയർ ടു ദ ബോളാണ്. അപ്പോൾ അതൊരു ബ്ലേറ്റൻ ഫൗളാണ്, ബ്ലേറ്റൻ നാസ്റ്റി ഫൗളാണ്, റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലൊരു ഫൗളാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അവിടെ റെഡ് കാർഡ് കൊടുക്കുന്നില്ല, യെല്ലോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. VR അതിൽ ഓക്കെ ആയിരുന്നുള്ളതാണ്. അതിനുശേഷമാണ് ആൻഡ്രസ് പെരേര ഗോൾ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷമാണ് ഈ റോബർട്ട്സൻ്റെ റെഡ് കാർഡ് വരുന്നത് 17ാമത്തെ മിനിറ്റിൽ. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അവിടെ റോബർട്ട്സൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ലോങ് ബോൾ കൊടുത്താണ്, അദ്ദേഹമാണ് ആദ്യം അതിലേക്ക് എത്തിയിരുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ടച്ച് മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ വിൽസൺ ആ ബോൾ വിൻ ചെയ്യാൻ വരുന്നു, വിൽസനെ ഫൗൾ ചെയ്യുന്നു. ലാസ്റ്റ് മാൻ ആണെന്നുള്ള നിഗമനത്തിൽ റെഫറി അത് പിന്നെ കാർഡ് കൊടുക്കുന്നു. പക്ഷേ തുടക്കത്തിൽ വിസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരു അഡ്വാൻറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൗൾ ഹിമിനസിൻ്റെ അറ്റംപ്റ്റ് അത് വാൻഡേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ക്ലിയർ ചെയ്തതിനു ശേഷമാണ് ചെങ്ങായി വിസിൽ വിളിക്കുന്നത്. അവിടെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ചു വിളിക്കുന്നു, എന്നിട്ടാണ് റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് ശേഷം ഈ ആർണി സ്ലോട്ട് ഉണ്ടല്ലോ, ഒരു തരത്തിലും അന്ന് പേടിച്ചു പോവുകയോ അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് പിന്നെ മോഡിലേക്ക് നീങ്ങുകയൊന്നും ചെയ്തിട്ടില്ല. വളരെ ബ്രേവായിട്ടുള്ള പല ഡിസിഷൻസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഗാക്പോയെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തു. ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല കേട്ടോ, അവിടെ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് തന്നെ. ഗാക്പോ സ്റ്റാർട്ട് ചെയ്യുന്ന മിഡ്ഫീൽഡിൽ കർട്ടിസ് ജോൺസും റയാൻ ഗ്രാഫൻബർഗും സോബോസ്ലായാണ് ഉണ്ടായിരുന്നത്, പിന്നെ സാല, അപ്പോൾ ലൂയിസ് ഡിയാസ്, ഇതായിരുന്നു ഗാക്പോ, ഇതായിരുന്നു അവരുടെ ഫ്രണ്ട് ഏരിയയിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ റയാൻ ഗ്രാഫൻബർഗിനെ ഡിഫൻസിലേക്ക് ഇറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു 3-4-2 എന്നുള്ള രീതിയിലേക്ക് ടീമിനെ മാറ്റുന്നു. 2 വിങ് ബാക്കുകൾ വെച്ച് കളിപ്പിക്കാനുള്ള പരിപാടി. അപ്പോൾ ഗാക്പോ ഒരു വിങ് ബാക്കായിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് ഒരു വിങ് ബാക്കായിട്ടും അപ്പുറത്ത്. അപ്പോൾ ഈ ഗാക്പോ എക്സ്പീരിയൻറ്റ് 5 മിനിറ്റ് കൊണ്ട് തന്നെ ചങ്ങായി മാറ്റുന്നു. അത് വർക്കൗട്ട് ആകുന്നില്ല. പകരം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗാക്പോ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ വാൻഡൈക്കിനെ ലെഫ്റ്റ് സെൻറ്റർ ബാക്കായിട്ടാണ് കളിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഗോമസ് റൈറ്റ് സെൻറ്റർ ബാക്കായിട്ട് ആ ഒരു ഡിഫൻസിലേക്ക് ഗ്രാഫൻബർഗ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഗാക്പോ ഇടങ്ങറാവുന്ന കണ്ടപ്പോൾ ഈ ഗോമസിനെ പിടിച്ച് LCB ആക്കി, വാൻഡൈക്കിനെ RCB ആക്കുന്നു. ഗ്രാഫൻബർഗ് ആ സെൻട്രൽ തന്നെ കളിക്കുന്ന സിറ്റുവേഷൻ. ട്രെൻഡ് വിങ് ബാക്കായിട്ട് കളിക്കുന്ന പക്ഷേ കുറേ കൂടി ആ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡിൽ എക്സ്ട്രാ നമ്പർ പ്രൊവൈഡ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ വീണ്ടും കൺട്രോൾ തിരിച്ചു പിടിക്കാനുള്ള പിന്നെ ലിവർപൂളിൻ്റെ ശ്രമമാണ് നമ്മൾ കണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. സെക്കൻഡ് ഹാഫിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിന് വളരെ അഗ്രസീവായിട്ട് ആർണി സ്ലോട്ടിൻ്റെ ടീം തുടങ്ങാണ്. ഫുള്ളമിന് നല്ല സിറ്റുവേഷൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ ഒരു ഫൈനൽ ബോളും ഫൈനൽ ചോയ്സ് ഓഫ് പാസിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ട്വീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രാഫൻബർഗിനെ വീണ്ടും പിടിച്ച് മിഡ്ഫീൽഡിലേക്ക് തന്നെ ഇടുന്നു. അപ്പോൾ എന്താണ്, ആ മിഡ്ഫീൽഡിൽ ആ ഒരു പ്രസൻസിൻ്റെ അത്യാവശ്യമാണ്. ഡീപ്പ് ഏരിയയിൽ തന്നെയാണ് മിഡ്ഫീൽഡ് കളിക്കുന്നുണ്ടായിരുന്നത്. ട്രെൻഡ് കുറേ കൂടി ഇൻവേർട്ട് ചെയ്തിട്ട് മിഡ്ഫീൽഡ് സപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇതൊരു 3-4-2 പൊസിഷനിലാണെങ്കിലും ഔട്ട് ഓഫ് പൊസിഷനിൽ ഒരു 4-4-1 രീതിയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു ലിവർപൂൾ. ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലിവർപൂളിൻ്റെ ഒരു അഗ്രസീവ് സ്റ്റാർട്ടിൽ അവർക്ക് പിന്നെ റീക്രേസ് നേടാൻ സാധിക്കുന്നു. അതിൽ തന്നെ മോസാലയുടെ ആ ക്രോസ് ഉണ്ടല്ലോ, ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നുള്ള ആ ഒരു ഡീപ്പ് ക്രോസ്, അതിലേക്ക് ഗാക്പോയുടെ റൺ, അദ്ദേഹത്തിൻ്റെ ഹെഡർ എല്ലാം ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഗ്രേറ്റ്
ഗോളാണ് ലിവർപൂൾ അവിടെ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു സല്യൂട്ടും സാധനമൊക്കെ ഗാക്പോയുടെ കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ലിവർപൂൾ ആരാധകർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു രോമാഞ്ചകം വന്നിട്ടുണ്ടാകുന്നതാണ്. സാലിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ലിവർപൂളിൻ്റെ കുപ്പായത്തിൽ ഓൾ കോമ്പറ്റീഷനിലെ 100ാമത്തെ അസിസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 100ാമത്തെ അസിസ്റ്റ് മാത്രമല്ല ഈ സീസണിൽ ഓൾറെഡി 13 അസിസ്റ്റുകൾ ചങ്ങായി നേടിയെടുത്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് നമ്പർ എത്രയാണെന്ന് അറിയോ? 16 അസിസ്റ്റുകളാണ്. കഴിഞ്ഞ സീസണിൽ 13 അസിസ്റ്റുകളാണ് മൊത്തം സീസണിൽ ചങ്ങായി നേടിയെടുത്തുള്ളത്. ഇത് സീസണിൻ്റെ പകുതി ആകുമ്പോഴേക്കും 13 അസിസ്റ്റുകൾ സാല നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ലിവർപൂൾ സംബന്ധിച്ചോളം ഒരു ഓവർ ഡിപ്പെൻഡൻസ് അദ്ദേഹത്തിൻ്റെ ഗോളുകൾ ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ പ്രീമിയർ ലീഗിലെ അവസാനത്തെ 13 ഗോളുകൾ ലിവർപൂൾ അടിച്ചതിൽ 11ലും ഡയറക്റ്റ് ആയിട്ടുള്ള സാലയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ തിരിച്ചു വരുന്നു. ഉടനെ തന്നെ ഗാക്പോയുടെ മറ്റൊരു അറ്റംപ്റ്റൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സൊബോസ്ലായുടെ നട്ട്മഗൊക്കെ ഉണ്ടായിരുന്നു. സൊബോസ്ലായൊക്കെ അൺബലീവബിൾ ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരു എക്സ്ട്രാ എനർജി കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ് സൊബോസ്ലായി നമുക്കറിയുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരൻ നട്ട്മഗൊക്കെ ചെയ്തിട്ട് ഗാക്പോ കൊടുക്കുന്നു, ബോൾ ലെഫ്റ്റിലോട്ട് റൺ ചെയ്ത് ഗാക്പോയുടെ അറ്റംപ്റ്റ് പക്ഷേ നേരെ കീപ്പിലേക്കാണ് പോയിരുന്നത്. ആ ഒരു അവസരത്തിൽ ഗോമസിൻ്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അതായത് ഗോമസിനെതിരെയുള്ള ഒരു ചാലഞ്ചിനാണ്. ഗോമസ് ബോക്സിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തെറ്റയാണോ അതോ ഡിയോപ്പാണോ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത്? എന്തായാലും ഒരു ഫൗൾ പോലെ എനിക്ക് തോന്നിയിട്ടാണ്. ഒരു കമ്മിങ് ടുഗദർ ആയിട്ടാണ് റെഫറി കണ്ടിട്ടുണ്ടായിരുന്നത്. അഗൈൻ അത് പെനാൽറ്റിയോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പെനാൽറ്റി ഷൗട്ട് ഗാക്പോയുടെ ഭാഗത്തുണ്ടായിരുന്നു. റീപ്ലേ ഓരോന്ന് കാണും തോറും അതൊരു പെനാൽറ്റി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ആ ഒരു ഡിസിഷനും ലിവർപൂൾ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോസലയുടെ അറ്റംപ്റ്റ് ഈ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയിൽ നിന്നൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങോട്ട് ഗോളായി മാറുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ പിന്നെ കർട്ടിസ് ജോൺസിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഖ്വാൻസയെ കൊണ്ടുവരുന്നത്. ഖ്വാൻസ് എന്നിട്ട് വീണ്ടും ഒരു റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. മിഡ്ഫീൽഡിലേക്ക് സ്ഥിരം ട്രെൻഡിനെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പറഞ്ഞാൽ ഫുള്ളും വീണ്ടും മത്സരത്തിൽ ലീഡ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ അഗെയിൻ ട്രെൻഡിൻ്റെ ഈ ഔട്ട് ഓഫ് പൊസിഷനിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ടെനാസിറ്റി ഇല്ലായ്മ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ റോബിൻസൻ്റെ ആ ഒരു റണ്ണും ബ്രില്യൻ്റാണ്. റോബിൻസനാണ് തുടങ്ങി വെക്കുന്നത്. റോബിൻസൻ്റെ ആ ഒരു റണ്ണിനെ ഫൗൾ ചെയ്യാനുള്ള ഒരു ശ്രമം ട്രെൻഡ് നടത്തുന്നുണ്ട്. എന്നാൽ പിന്നെ ഫൗൾ ചെയ്ത് വീഴ്ത്തുക ചെയ്യുന്നില്ല. അങ്ങനെ ഈ കൃത്യമായിട്ടൊരു പ്ലാൻ മാർക്കോ സിൽവയ്ക്ക് ഉണ്ടായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്, അതായത് ലിവർപൂളിൻ്റെ റൈറ്റ് സൈഡിനെ പിന്നെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഫുള്ളമിൻ്റെ അറ്റാക്കിംഗ് പാറ്റേൺസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവോബി ആ ഒരു ഏരിയയിൽ കളിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം റോബിൻസനും സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ റോബിൻസൻ്റെ ആ റണ്ണ് മികച്ചതായിരുന്നു ബോക്സിലേക്കുള്ളത്. അങ്ങനെ ഈ മ്യൂനിസ് എന്ന് പറയുന്ന ചെങ്ങായനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മ്യൂനിസിന് ആ ഒരു ബൈലൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ആ ഒരു കട്ട് ബാക്ക് കൊടുക്കുന്നു. അത് അദ്ദേഹം ഫ്ലിക്ക് ചെയ്ത് ഗോളാക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ലിവർപൂൾ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ തുടങ്ങിയിട്ട് കുറച്ച് പിന്നെന്താണ് പൊസിഷൻ വീണ്ടും ഫുള്ളം കൈകാര്യം ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗോൾ വീണതോടുകൂടിയിട്ട് സ്ലോട്ട് വീണ്ടും ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് നീങ്ങുകയാണ്. ഒരു 3-1-5 ഫോർമേഷനിലേക്ക് നീങ്ങുന്നു. 1 മിഡ്ഫീൽഡറിനെ വെച്ച് കളിപ്പിക്കുകയാണ്. റെഹാൻ ഗ്രാവൻബർഗിനെ, ജോട്ടയെ കൊണ്ടുവരുന്നു, ഏലിയറ്റിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഓൾ ഔട്ട് അറ്റാക്കാണ്. ആ ഓൾ ഔട്ട് അറ്റാക്കിൻ്റെ ആ ഒരു തീരുമാനം ആൻഫീൽഡിലെ ക്രൗഡിൻ്റെ ആ ഒരു സപ്പോർട്ടും കൂടി ആയതോട് കൂടിയിട്ട് അത് പിന്നെ ഒരു ഗോൾ കലാശിക്കുകയാണ്. അതിൽ തന്നെ ജോട്ടയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ സെൻസേഷണൽ ഗോളാണ്. അതിൽ ഗോമസിൻ്റെ ബോളുണ്ട്. ഗോമസ് ഡാർവിൻ ന്യൂണിസിലേക്ക് കൊടുത്തുള്ള ബോൾ ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് ഡാർവിൻ ന്യൂണിസ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബോൾ ആ ലൈൻ ബ്രേക്കിംഗ് പാസ് ഫാന്റാസ്റ്റിക് ആയിരുന്നു. എന്നിട്ട് ഡാർവിൻ ന്യൂണിസ് ജോട്ടയ്ക്ക് ബോൾ കൊടുക്കുകയാണ്. അത് അത്ര നല്ല ബോളൊന്നുമല്ല, ബൗൺസിങ് ബോളാണ്. പക്ഷേ അവിടുത്തെ ജോട്ടയുടെ ടച്ചും അദ്ദേഹം ക്വൻക എന്ന് പറയുന്ന ഡിഫൻഡറിനെ മറികടന്ന ആ ഒരു കട്ട് ഇൻസൈഡ് ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഫാന്റാസ്റ്റിക് ആണ്. എന്നിട്ട് കമ്പോസ്ഡ് ഫിനിഷ്. ഇത്തരത്തിൽ സ്പേസ് കണ്ടെത്താൻ ജോട്ടക്കറിയാം, ഫിനിഷ് ചെയ്യാൻ ജോട്ടക്കറിയാം. അപ്പോൾ ആ രീതിയിൽ ജോട്ട തിരിച്ചു വന്നിരിക്കുന്ന ലിവർപൂൾ സംബന്ധിച്ചോളം ഹ്യൂജ് ബൂസ്റ്റാണ്. മറ്റൊരു പോസിറ്റീവാണ് ജോട്ടയുടെ തിരിച്ചു വരവ്. പിന്നുണ്ടല്ലോ ഒരു ചാൻസ് കിട്ടിയിട്ട് അവിടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വിഷൻ ഇല്ലായ്മയുടെ ഒരു പ്രശ്നം നമുക്ക് ലിവർപൂളിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അഗെയിൻ ജോട്ടയുടെ ഇൻവോൾവ്മെൻ്റ് ആണ്. ലോങ് ബോൾ ജോട്ടയിലേക്ക് കൊടുക്കുന്നു. ജോട്ടയുടെ ഫസ്റ്റ് ടച്ച് ഫാന്റാസ്റ്റിക് ആണ്. ബൈലിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നതിന് ശേഷം കൃത്യമായിട്ടും പിന്നെ വാൻഡൈക്ക് അവിടെ ബോക്സ് ഉണ്ട്. വാൻഡൈക്കിനെ പിക്ക് ചെയ്യണം. വാൻഡൈക്കിൻ്റെ ഷോട്ടോടെ റോബിൻസും ബ്ലോക്ക് ചെയ്യണം. ഫാന്റാസ്റ്റിക് ബ്ലോക്ക്. പക്ഷേ ബോൾ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അതിൽ വീണ്ടും ജോട്ടയുടെ നല്ല ഡിസിഷൻ മേക്കിംഗ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ സംഭവം എന്നറിയോ? ലൂയിസ് ഡിയാസിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ ലൂയിസ് ഡിയാസ് തല പൊക്കുന്നില്ല. തല പൊക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ബ്യൂട്ടിഫുൾ സാധനം കാണാൻ പറ്റും. എന്താണെന്നറിയോ? സാല അവിടെ അൺമാർക്ഡ് ബോക്സിൽ നിൽക്കുന്നത്. സാലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാപ്പിൻ ഗോൾ അടിക്കാൻ പറ്റുന്ന സാധനമാണ്. ആൾ കൊടുക്കുന്നില്ല. ആൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എടുക്കാൻ നോക്കുന്നു, ഷോട്ട് അടിക്കുന്നു, ബ്ലോക്ക് ചെയ്യപ്പെടുന്നു, വീണ്ടും അത് ജോട്ടയിലേക്ക് എത്തുന്നു. ജോട്ടയുടെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. സാല അവിടെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, താടാ പ്രാന്തന്മാരെ എന്നുള്ളത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ ആലിസൻ്റെ ഒരു സേവ് ഒക്കെ നമ്മൾ ടുവേർഡ്സ് എൻഡൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ലിവർപൂൾ സംബന്ധിച്ചോളം ഒരുപാട് പോസിറ്റീവ്സ് ഈ മത്സരത്തിലെ പെർഫോമൻസിൽ നിന്ന് എടുക്കാനുണ്ട്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ പോലെ റോബർട്ട്സിനൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട സമയമായി. ഈ സീസണിലൊക്കെ ഓവറോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം വളരെ ബാങ് ആവറേജ് ആയിരുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ആ ഒരു ഡിസിഷൻ, ആ ഫൗൾ ചെയ്യാനെടുത്ത ഡിസിഷൻ, ആ ഒരു റോങ് ടച്ച്, ആ മോശം ടച്ച്
കോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലിവർപൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 11 പേര് വെച്ച് കളിക്കുകയാണെങ്കിൽ ലിവർപൂൾ ജയിക്കേണ്ട തരത്തിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. 10 പേര് വെച്ച് തന്നെ അവരുടെ ചില സ്റ്റാറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ സത്യം പറയാലോ ഞെട്ടിപ്പോകും. അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റാറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. എന്താണ് സംഭവം? 469 പാസസ്, സക്സസ്ഫുൾ പാസുകൾ ഈ മത്സരത്തിൽ ലിവർപൂൾ നടത്തിയിട്ടുണ്ട്. അവരുടെ ആവറേജ് എന്താണെന്ന് അറിയോ? ഈ സീസണിൽ 459 മാത്രമാണ്. അപ്പോൾ ആവറേജിനേക്കാൾ കൂടുതൽ ഈ മത്സരത്തിൽ 10 പേര് വെച്ചിട്ട് ലിവർപൂൾ പാസുകൾ കംപ്ലീറ്റ് ചെയ്തിരുന്നത് മാത്രമല്ല 61% പൊസഷൻ ഉണ്ടായിരുന്നു 10 പേര് വെച്ചിട്ട്. അപ്പോൾ അത് മാർക്കോ സിൽവയുടെ ടീമിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊസിഷൻ ഹാൻഡ് ചെയ്യണമെന്നൊന്നും ആയിരുന്നില്ല. അവർക്ക് കൗണ്ടർ അറ്റാക്കിലൂടെ ത്രെട്ടൻ ചെയ്യുക എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതാണ് പറഞ്ഞത്, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷേ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഇവർ ആക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ നേരെ ചെൽസിയുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബ്രെൻഫോർഡ് മത്സരം ഭയങ്കര ബുദ്ധിമുട്ടൊരു മത്സരമായിരിക്കും എന്നാണ് എൻസോ മരസ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ബ്രെൻഫോർഡ് ഈ പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടിയെടുത്തതിന് ശേഷം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് വന്നിട്ട് വിജയിച്ചിട്ട് പോയിട്ടുള്ള ചരിത്രം പറയാനുള്ള ഒരു സൈഡാണ്. തോമസ് ഫ്രാങ്കിന് ചെൽസിയുടെ നമ്പർ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ തോമസ് ഫ്രാങ്കിൻ്റെ ഈ ടീമിൻ്റെ ഈ സീസണിലെ എവേ ഫോം വളരെ മോശമാണ്, വളരെ മോശം ഫോമാണ്. പക്ഷേ അവരുടെ ഹോം ഫോം കിടലാണ്. ഭയങ്കര ഒരു കളക്റ്റീവ് യൂണിറ്റാണ്, വെരി വെൽ കോച്ച്ഡ് സൈഡാണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയം വേണം. അപ്പോൾ എംബുമോയും വേസിയൊക്കെ ഒടുക്കത്തെ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയുന്നതാണ്. എംബുമോൻ്റെ ഫോം ഇത്തിരി ഒന്ന് ആ സീസണിൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ ഇപ്പം ഇല്ലെങ്കിൽ പോലും ഈ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഡേഞ്ചറസ് പ്ലെയറാണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പിന്നെ ബിഗ് ടീമാണ് ഇവർ. പിന്നെ മാത്രമല്ല എന്താണ് ഞാൻ പറഞ്ഞല്ലോ, വെരി വെൽ കോച്ച്ഡ് സൈഡാണ്. അപ്പോൾ ആ സൈഡിനെതിരെ ഒരു പ്ലാൻ വേണം എൻസോ മരസ്കയ്ക്ക്. അപ്പോൾ എൻസോ മരസ്കയ്ക്ക് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രോസസിൽ നിന്നുള്ളൊരു വൾണറബിലിറ്റി ഈ ബ്രെൻഫോർഡ് ടീമിലുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ എൻസോ മരസ്കയ്ക്ക് മനസ്സിലാക്കുകയും അത് ഹോംവർക്ക് ചെയ്തതിൻ്റെ ഒരു സംഭവമാണ്. അങ്ങനെ ഈ മത്സരത്തിൽ ചെൽസി ക്രോസുകൾ ഇങ്ങനെ സ്പാം ചെയ്യുന്നുണ്ടായിരുന്നു. 34 ക്രോസുകളാണ് ഈ മത്സരത്തിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. 34 ക്രോസുകൾ. ചെൽസിയുടെ ആവറേജ് 15 മാത്രമാണ് സീസണിൽ. അപ്പോൾ ഈ മത്സരത്തിൽ ക്രോസുകൾ വേണം. റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നും ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്നും ക്രോസുകൾ ഇങ്ങനെ വരുന്നു. പിന്നെ മാത്രമല്ല തോമസ് ഫ്രാങ്കിൻ്റെ ടീം തുടക്കത്തിൽ താഴോട്ട് വലിഞ്ഞിറങ്ങിയ ഒരു 5-3-2 പിന്നെ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക, പാർക്ക് ചെയ്യുക എന്നൊരു തീരുമാനമായിരുന്നുണ്ടായിരുന്നു. അവർ അഗ്രസീവായിട്ട് പ്രസ്സൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ മാത്രമേ അവർ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ബ്രെൻഫോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഒറ്റ അറ്റംപ്റ്റ് മാത്രമേ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ചെൽസിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള കൺട്രോൾ, നല്ല രീതിയിലുള്ള ഡോമിനേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഗോളും ചെൽസി അടിക്കുന്നു. ആ ഗോൾ വന്നത് എങ്ങനെയാണ്? അഗെയിൻ ആ ക്രോസിൽ നിന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ പ്ലാൻ വർക്കൗട്ട് ആയിരിക്കുകയാണ്, ആ ഹോം വർക്ക് വർക്കൗട്ട് ആയിരിക്കുകയാണ്. മധുക്കേൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ഫാന്റാസ്റ്റിക് ക്രോസ് ആയിരുന്നു. കുക്കുരയ നല്ല രീതിയിൽ ബോക്സിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്താണ് ഡിഫൻസിൽ നിന്ന് ഇൻവേർട്ട് ചെയ്തിട്ട് ബോക്സിലേക്കുള്ള റണ്ണുകൾ അദ്ദേഹം നിരന്തരം നടന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ ഗ്രേറ്റ് ഹെഡർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെൽസിയുടെ കുപ്പായത്തിലുള്ള പ്രീമിയർ ലീഗ് ഗോളാണ് അദ്ദേഹം മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെൻഗ്വിൻ ഡാൻസും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളായിരുന്നു ആ ഒരു സമയത്ത് ചെൽസി അടിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ അറ്റംപ്റ്റുകൾ ചെൽസി ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ചെൽസിയുടെ ഫസ്റ്റ് ഹാഫിലെ സ്റ്റാറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ 68% പൊസഷൻ ചെൽസിക്ക് ഉണ്ടായിരുന്നു. 15 ഷോട്ടുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. ഈ രീതിയിൽ ബിഗ് ചാൻസും ചെൽസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രെൻഫോർഡ് ഞാൻ പറഞ്ഞ പോലെ ഒരേ ഒരു അറ്റംപ്റ്റ് ഏകദേശം 1.03 XG ചെൽസി ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ സ്ഥിതിഗതികൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ബ്രെൻഫോർഡ് കാര്യമായിട്ട് പ്രസ്സോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ പ്രസ് ചെയ്യുമ്പോഴൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈഡാണ്. സെക്കൻഡ് ഹാഫിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നു. ബ്രെൻഫോർഡ് ടാക്റ്റിക്കലി അവരൊരു സ്വിച്ച് നടന്നു. ആ 5-3-2 നിൽക്കുന്നതിന് പകരം അവരൊരു 3-5-2 നീങ്ങുകയാണ്. ആ വിങ് ബാക്കുകൾ കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് കയറി കളിക്കാൻ നിൽക്കുന്നു. അതുപോലെ തന്നെ മാൻ ടു മാൻ പ്രസ് അവർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർ ഇപ്പോൾ ചെൽസിയുടെ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ച് മാവറിക് ആയിട്ടുള്ള പാമറിനൊന്നും സ്പേസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സ്റ്റിൽ പാമർ സ്പേസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണ് കൂടുതലും പാമർ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ഹാഫ് സ്പേസിലേക്കാണ് എൻസോ നീങ്ങി കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണ് ചെൽസിയുടെ ഈവൻ ഡിഫൻസും ആ ബ്രെൻഫോർഡിൻ്റെ ഹാഫിലേക്ക് നീങ്ങിയിട്ട് ആ രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതായത് കോൾവിലൊക്കെ കുറേ മുമ്പോട്ട് കയറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ടൊസിനാണ് കോൾവിൻ്റെ കൂടെ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുസ്തോ ഫുൾ ബാക്കായിട്ട്, കാസഡോയും എൻസോ ആണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാസഡോ ആ ഒരു ലോൺ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ പോലെയാണ് മത്സരത്തിൽ മിക്ക സമയത്തും കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ പലപ്പോഴും ചെൽസി 6 പേരെ വെച്ച് പോലും അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് മത്സരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ലാസ്റ്റ് ലൈനിൽ 6 പ്ലേയേഴ്സ് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 6 പ്ലേയേഴ്സിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് ബ്രെൻഫോർഡും ആ ഡിഫൻസീവ് ലൈനിൽ 6 പ്ലേയേഴ്സിലെ ഇറക്കി കൊണ്ടുവന്നിട്ട് ആ രീതിയിൽ ചെൽസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ എന്താണ് ഈ ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡിനെതിരെ ക്രോസുകൾ ഇട്ടുകൊണ്ട് ആ ക്രോസുകളിലൂടെ ത്രട്ടൻ ചെയ്യാനാണ്. പക്ഷേ എന്താ സംഭവം വെച്ചാൽ ചെൽസിയുടെ ഒരു പ്രധാന പ്രശ്നം ഈ ക്രോസുകൾക്ക് ടേക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുക്കുരയുടെ ഗോൾ വന്നത് ഓക്കെ, അത് ഒരു റേറിറ്റിയാണ്. അല്ലാതെ ഇപ്പോൾ ജാക്സൺ മാത്രം നല്ല ഏരിയലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളർ അല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ അത് ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു വീക്ക്നെസ് ഇപ്പോൾ ഫുള്ളമിനെതിരെയൊക്കെ ബ്രെൻഫോർഡ് അത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ക്രോസ് ക്ലിയർ ചെയ്യുന്നതിൽ. ഒരു ബിഗ് ടീമാണെങ്കിൽ പോലും
ക്രോസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഇത്തിരി പ്രശ്നമാണ്. ഫ്ലെക്കൻ ബോൾ ഗിവ് അവേ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചെൽസിയുടെ പ്രസ് അൺബിലീവബിൾ ആയിരുന്നു. അതായത് ചെൽസി വീർപ്പുമുട്ടിക്കുന്ന തരത്തിലാണ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ പ്രസ്സിലൂടെ ഇപ്പോൾ ബ്രെൻഫോർഡിനെ സംബന്ധിച്ചോളം ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു സൈഡാണ്. അവർ ലോങ്ങും പോകും, പക്ഷേ അതോടൊപ്പം തന്നെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ചെൽസിക്കെതിരെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ പറ്റണ്ടേ? പണ്ടാറടങ്ങാനായിട്ട് അജാതി പ്രസ്സല്ലേ, അതും റെലൻലെസ് ആയിട്ടുള്ള പ്രസ്സിങ്. അതിൽ ഫ്ലെക്കിന് ഒരു സമയത്ത് നേരെ മദൂക്കയിലേക്ക് ബോൾ കൊടുക്കുന്ന സിറ്റുവേഷൻ കണ്ടത്. അങ്ങനെ അത് ചെൽസിയുടെ ഒരു ചാൻസിൽ കലാശിക്കുന്നുണ്ടായിരുന്നു. മദൂക്കയെ സംബന്ധിച്ചോളം എന്താണ്, നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യും. ചില സാഹചര്യങ്ങളുണ്ടല്ലോ, പാസ് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ഷോട്ട് അടിക്കും. ഇപ്പുറത്ത് സാൻചോ ആണെങ്കിൽ സാൻചോ ആ ഒരു കാമും ആ ഒരു പോസൊക്കെ ഉള്ള തരത്തിലൊരു പ്ലെയറാണ്. പക്ഷേ ഷോട്ട് അടിക്കേണ്ടടുത്ത് ചെങ്ങായി പാസ് കൊടുക്കും. അത്തരത്തിലൊരു പരിപാടി ഉണ്ട് ചെൽസിയുടെ രണ്ട് വിങ്ങർമാരുടെയും ഗെയിമിൽ. പക്ഷേ എന്താണ്, ഓവറോൾ ചെൽസിയുടെ എല്ലാ പ്ലെയേഴ്സും മികച്ച രീതിയിലാണ് ആ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ കാസേഡോ ചെൽസിയുടെ മിഡ്ഫീൽഡ് ജനറലാണ്. വാട്ട് എ ഫുട്ബോളാണ്. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ചെങ്ങായുടെ കളി കാണാൻ. അതായത് ഒരു എങ്കോളോ കാൻറ്റെ റീജൻ, അത് തന്നെയാണ് മോയിസസ് കായ്സേഡോ. വാട്ട് എ ഫുട്ബോളർ മാൻ, വാട്ട് എ പ്ലെയർ. ടാക്കിൾ ചെയ്യുന്ന രീതിയാണെങ്കിലും ഇൻ്റർസെപ്ഷൻ നടത്തുന്ന രീതിയാണെങ്കിലും പാഷനും എല്ലാം അദ്ദേഹം കാണിക്കുന്നുണ്ട്. ആ ഒരു അഗ്രസീവ്നെസ് ഉണ്ട്, ആ ഒരു ടെനാസിറ്റി ഉണ്ട്. പിന്നെന്താണ്, നമുക്കറിയാം ആൾ ഒരു ന്യൂസൻസ് ആയിട്ട് ടീമുകളെ എടങ്ങറാക്കിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. ചെൽസിയുടെ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്തതിൽ കായ്സേഡോ ബോൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. മാത്രമല്ല ചെൽസി മത്സരം സീ ഔട്ട് ചെയ്തിട്ടുള്ള രീതി ശരിയല്ല. അതുപോലെ തന്നെ ചെൽസിയുടെ ഓവറോൾ ഡിഫെൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെൽസിയെ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതിലേക്ക് ഞാൻ വരാം, ആ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്തായാലും കായ്സേഡോ ഹാഡ് അനദർ ബ്രില്യൻ ഗെയിം. എൻസോ അദ്ദേഹത്തിൻ്റെ പാസിംഗ് റേഞ്ചും കാര്യങ്ങളൊക്കെ മത്സരത്തിൽ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. ഫെൻറ്റാസ്റ്റിക് പാസറാണ് ചെങ്ങായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വീണ്ടും മറ്റൊരു അസിസ്റ്റ് ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിക്കോ ജാക്സന് കൊടുത്തുള്ള ബോൾ വാസ് ബ്രില്യൻ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ഹാഫിൽ എന്താണ്, ഈ ബ്രെൻഫോർഡ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കളിക്കുന്നു. പക്ഷേ സ്റ്റിൽ ചെൽസി ചാൻസുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലും ചെൽസി 11 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, ബ്രെൻഫോർഡ് 8 അറ്റംപ്റ്റുകൾ നടത്തി. 55% ആണ് ചെൽസിയുടെ സെക്കൻഡ് ഹാഫിലെ പൊസിഷൻ ഉണ്ടായിരുന്നത്. ചെൽസി മൊത്തം മത്സരത്തിൽ എത്രയാണ്, 26 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, 8 ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ പുറത്തുനിന്നുള്ള അറ്റംപ്റ്റുകളായിരുന്നു, ബ്ലോക്കുകൾ നടത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ 1-0 നിൽക്കുന്ന സാഹചര്യത്തിൽ ബ്രെൻഫോർഡിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു, ചെൽസിക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ സാൻചോയുടെ ഒക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബൈരയിലേക്ക് അടുത്തേക്ക് പോയതിന് ശേഷമുള്ള ഒരു പിന്നെ ക്രോസ്, കട്ട് ബാക്ക്, നിക്കോ ജാക്സൺ എങ്ങനെ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു എന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്നുള്ളതാണ്. സിക്തറായിരുന്നു അത്. അപ്പോൾ അതാണ്, അപ്പോൾ അങ്ങനെ ആ ചാൻസ് മിസ്സാക്കിയിട്ടുള്ള നിക്കോ ജാക്സൺ പക്ഷേ പിന്നീട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫിനിഷ് കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അത് ചിലപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് കാണാൻ പറ്റി എന്ന് വരില്ല. കാരണം വെച്ചാൽ അത് ചിലപ്പോൾ നിക്കോ ജാക്സനെ തളർത്താൻ സാധ്യതയുള്ള തരത്തിലൊരു മിസ്സായിരുന്നു. പക്ഷേ ഈ ജാക്സൺ, ഇപ്പോഴത്തെ ജാക്സൺ, ഈ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ജാക്സൺ, ഓരോ മത്സരം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന നിക്കോ ജാക്സൺ, അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. അതായത് മിസ്സാക്കി കഴിഞ്ഞാലും അടുത്ത ചാൻസ് വരും, അത് ഞാൻ അടിക്കും, ആ രീതിയിൽ ടീമിനെ ഞാൻ സഹായിക്കും എന്നുള്ള തരത്തിൽ ടീമിന് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിലൊരു പ്ലെയറാണ് നിക്കോ ജാക്സൺ. അദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് വരുന്ന രീതിയും കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ ആവറേജ് പൊസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിഡ് ഏരിയയിൽ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ രീതി നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഹോൾഡ് പ്ലേയും ഒക്കെ ഫാന്റാസ്റ്റിക് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ചെൽസി പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് നിക്കോ ജാക്സൺ തന്നെയാണ്. വേറെയും കുറേ പ്ലേയേഴ്സിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റും, പക്ഷേ നിക്കോ ജാക്സൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ആ മിസ് സംഭവിക്കുന്നു. വേറെയും അദ്ദേഹത്തിൻ്റെ ഔട്ട്സൈഡ് ദ ബോക്സ് എന്നുള്ള അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു. അത്തരത്തിൽ ആ രീതിയിലുള്ള അറ്റംപ്റ്റുകളൊന്നും നമ്മൾ കഴിഞ്ഞ ദിവസമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അത് കീപ്പർ സേവ് ചെയ്തൊരു സംഭവമാണ്, ഫാന്റാസ്റ്റിക് ഷോട്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഫസ്റ്റ് ഹാഫിലും അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഒരു അറ്റംപ്റ്റ് നടത്തി നോക്കി, അത് കീപ്പർ സേവ് ചെയ്യുന്നു. അത്തരത്തിൽ കീപ്പറിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ സിറ്റർ മിസ് ചെയ്തിട്ടും നിക്കോ ജാക്സൺ വീണ്ടും ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ ഡെലിവറി ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആ ഒരു അവസരത്തിൽ ബ്രില്യൻ ഫിനിഷ് ആയിരുന്നു, ബ്രില്യൻ സ്ട്രൈക്കേഴ്സ് ഫിനിഷ്. അതിൽ തന്നെ എങ്ങനെയാണ് ഗോൾ വരുന്നത്, മോയിസസ് കായ്സേഡോ ബോൾ വിൻ ചെയ്യാണ്. ബ്രെൻഫോർഡ് ഇങ്ങനെ കോൺഫിഡൻസിലിരിക്കുകയാണ്. അവർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് അവർ ചാൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു ചാൻസ് അത് അണ്ടർനീത്ത് ദ ബാറിൽ തട്ടിപ്പോകുന്ന സാഹചര്യം കണ്ടു. ഫാബിയോ കാർവാലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കെവിൻ ഷാഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ലോങ് ബോൾ, കീപ്പറിൻ്റെ ക്ലിയറൻസ്, അവിടെ ചെൽസി ഇനീഷ്യൽ ഏരിയൽ ഡ്യൂല് വിൻ ചെയ്യുന്നില്ല. കോൾവിലാണ് അവിടെ ഷാഡയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ ബോൾ എംബൂമൊക്കെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു. റൈറ്റ് സൈഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ക്രോസ് ഫാന്റാസ്റ്റിക് ക്രോസാണ്, കാർവാലിയോ മീറ്റ് ചെയ്യുന്നു. അത് ബാറിൻ്റെ അണ്ടറിന് തട്ടിയിട്ട് ഉള്ളിലേക്ക് പോയില്ല. അവിടെ ചെൽസി രക്ഷപ്പെടുവാണ്. 1-0 നിൽക്കുമ്പോഴാണ് അതുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു കോർണർ സിനാരിയോ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് ബ്രെൻഫോർഡ് ബോക്സിലേക്ക് തന്നെ ക്രോസ് കൊടുക്കുന്നു. നോർഗാർഡിൻ്റെ അറ്റംപ്റ്റ് സാഞ്ചസോടെ മനോഹരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അത് ഫാന്റാസ്റ്റിക് സേവ് ആയിരുന്നു, ഡൈവ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. അവിടെ ബോക്സിൽ ഇവിടെ നോർഗാർഡ് ആരും മാർക്ക് ചെയ്യപ്പെടാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു.
പിന്നെ സാഞ്ചസ് സ്വീപ്പർ കീപ്പറിൻ്റെ പോലെ കുറച്ച് നല്ല രീതിയിലുള്ള ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. പക്ഷേ അഗെയിൻ സാഞ്ചസിൻ്റെ അടുത്ത് ബോൾ കിട്ടുമ്പോൾ ഒരു നെർവസ്നെസ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു പ്രശ്നമാണത്. അപ്പോൾ എന്തായാലും അങ്ങനെ ബ്രെൻഫോർഡ് ഇങ്ങനെ കോൺഫിഡൻസിൽ ഇരിക്കുകയാണ്. അവർ ആ മൊമെൻറ്റം ഷിഫ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു അവസരത്തിലാണ് കാസയോടെ ബോൾ വിൻ ചെയ്യുന്നത് പ്ലെയറുടെ അടുത്ത് നിന്ന്. അവിടെ ആ ബോൾ വിൻ ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും അദ്ദേഹം അവിടെ ബോൾ വിൻ ചെയ്യുന്നു. എൻസോ കൊടുക്കുന്നു. എൻസോയുടെ പാസ് ബ്യൂട്ടിഫുൾ പാസ്സാണ്. ആ പാസ്സിൽ ഒരു സ്വേർവ് ഉണ്ട്. അങ്ങനെ അത് നീക്കോയുടെ മുമ്പിലേക്ക് വന്ന് വീഴുന്നു. നീക്കോ ഓടിപ്പോകുന്നു. നീക്കോ പിന്നെ ഒരു കമ്പോഷർ ഉണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിലൊക്കെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡ്രിബിൾ ചെയ്തിട്ട് പോയിട്ട് നിയർ പോസ്റ്റിൽ ഫിനിഷ് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് ഫിനിഷ്. അങ്ങനെ എൻസോയുടെ കൂടെയുള്ള സെലിബ്രേഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നീക്കോയുടെ കൂടെ എൻസോ വീണ് കിടന്നിട്ടുള്ള സെലിബ്രേഷൻ, ഐ ലവ് ദാറ്റ്. എന്തായാലും അങ്ങനെ ചെൽസി 2-0 ലീഡ് ഒരു ആശ്വാസം. രണ്ടാമത്തെ ഗോൾ വന്നു. ആ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. പക്ഷേ ബ്രെൻഫോർഡ് അങ്ങനെ ഗിവ് അപ്പ് ചെയ്യൊന്നുമില്ല. തോമസ് ഫ്രാങ്കിൻ്റെ സൈഡ് അങ്ങനെയാണ്. അവന്മാർ വീണ്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഉണ്ടല്ലോ, ഈ ചെൽസിയുടെ ത്രോയിന്, അതും ബ്രെൻഫോർഡിൻ്റെ ആ ഒരു ഏരിയയിൽ ത്രോയിന് കിട്ടിയിട്ട് ആ ത്രോയിന് കാസറോഡ് ബോൾ വിൻ ചെയ്യുന്നു. എന്നിട്ട് അവിടെ മാർക്കിംഗ് ശരിയല്ല. എംബുമോയുടെ റണ്ണ് മിസ്സാണ്. നമ്മുടെ ഡിഫൻസിൻ്റെ പുറകിലൂടെയുള്ള ഒരു റണ്ണ്, എംബുമോയുടെ റണ്ണ് മിസ്സാണ്. അദ്ദേഹത്തിൻ്റെ ഫിനിഷ് ഫാന്റാസ്റ്റിക് ആണ്. അപ്പോൾ അത്തരത്തിൽ നെർവി എൻഡിങ് ആണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫ്രീ കിക്ക് അവിടെ കുക്കുരയുടെ ഡാർക്ക് ആർട്സ് നമുക്ക് കാണാൻ സാധിച്ചു. കുക്കുരയ ജസ്റ്റ് ഒരു ടച്ചിൽ വീണ് പോവുകയാണ്, മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിട്ട്. പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പക്ഷേ അവിടെ ചെൽസി സംബന്ധിച്ചിടത്തോളം അത് നെർവ് സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിപ്പോയി. അല്ലെങ്കിൽ ആ ഫ്രീ കിക്ക് ചിലപ്പോൾ ബോക്സിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ചെൽസിക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് കലാശിച്ചേനെ. അത് തടയാനായിട്ട് കുക്കുരയ ആ രീതിയിലുള്ളൊരു ഡാർക്ക് ആർട്ട് ആ ഒരു അവസരത്തിൽ പുറത്തെടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് ഇഷ്ടമുള്ളൊരു സംഭവമല്ല. പിന്നെ മത്സരത്തിൻ്റെ ഒടുവിൽ ഷാഡയുമായിട്ട് ഉന്തും തള്ളുമായിട്ട് ചങ്ങായി റഫറിയുടെ മുമ്പ് വെച്ചിട്ട് ചെയ്തിട്ട് സെക്കൻഡ് യെല്ലോ കിട്ടുന്നു, റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോകുന്നു. ഇനി അടുത്ത മത്സരത്തിൽ സസ്പെൻഷനാണ്. അപ്പോൾ റെനാറ്റോ വേഗ എവർഷനെതിരെ ചിലപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കേണ്ടി വരും, അറിയില്ല. അതിന് വേറെ എന്തെങ്കിലും പിന്നെ തന്ത്രം എൻസോ മരസ്ക മെനുന്നുണ്ടോ എന്നുള്ളത്. കുക്കുരെ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. പക്ഷേ എന്താണ് ടുവേർഡ്സ് ദി എൻഡ് അത്തരത്തിലുള്ള ഒരു പെറ്റിലൻസ് ചെയ്തു. അപ്പോൾ ഇതാണ് ആ പെറ്റിലൻസും ആ ഒരു പിന്നെ യങ് ടീമിലുണ്ടാകുന്ന തരത്തിലുള്ള ഇമ്മച്യൂരിറ്റിയും ഡിസിപ്ലിൻ പ്രശ്നമൊക്കെ ഇപ്പോഴും ഈ സൈഡിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. ഗോൾ കീപ്പർ ഈ മത്സരത്തിൽ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഗോൾ കീപ്പർ ആ ഒരു ഏരിയയിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ ക്ലിനിക്കലല്ലാത്ത ചെൽസിയെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 5 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചിരിക്കുന്ന ചെൽസിയാണ്. 10-16 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. 6 ഗോളുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ സാധിക്കാത്ത ചെൽസി പിന്നെ നെർവി രീതിയിലാണ് മത്സരം ഔട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ മത്സരം കഴിഞ്ഞ സീസണിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പരാജയപ്പെട്ടു പോയാൽ ചെൽസി ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ മുട്ടിടിക്കാറ് ഉള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ബ്രെൻഫോർഡ് തന്നെ അത്തരത്തിൽ ചെൽസിയെ പിന്നെ ഇടങ്ങറാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ടീം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മെച്യൂരിറ്റി വൈസ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് എൻസോ മരസ്ക പറയുന്ന പോലെ ഫാൻസിന് ഡ്രീം ചെയ്യാം, പണ്ഡിറ്റുകൾക്ക് ചെൽസിയെ ടൈറ്റിൽ റേസ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയാം. കാരണം ആ പോയിൻറ്റ്സ് ടേബിൾ ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ ചെൽസിക്ക് ആ ഒരു ഫൈനൽ കടമ്പ കടന്നുകൊണ്ട് ആക്ച്വൽ ടൈറ്റിൽ അടിക്കണമെങ്കിൽ പിന്നെ കുറേ കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആകാനുണ്ട്. ഈ ഡിഫൻസ് പോരാ. ഈ ഡിഫൻസ് വെച്ചുകൊണ്ട് ടൈറ്റിൽ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അതേപോലെ തന്നെ ആക്ച്വൽ പ്രഷർ അടിക്കുമ്പോൾ ഈ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. കാരണം ആ പ്രഷർ ഒഴിവാക്കാനാണ് എൻസോ മരസ്ക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിതിലില്ല എന്നുള്ളത്. പക്ഷേ ആക്ച്വൽ പ്രഷർ അടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എങ്ങനെ ടീം ബിഹേവ് ചെയ്യും അതൊന്നും നമുക്ക് അറിയുന്നൊരു സംഭവമല്ല. ആ സമയത്ത് എങ്ങനെ എൻസോ മരസ്ക ബിഹേവ് ചെയ്യും അതും നമുക്ക് അറിയുന്ന സംഭവമൊന്നുമല്ല. സോ ഫാർ സോ ഗുഡാണ്. ടോപ്പ് 4 ആണ് എയിം ഈ സീസണിൽ. അപ്പോൾ അതിന് നല്ല രീതിയിലൊരു ബ്രീത്തിങ് സ്പേസ് ചെൽസിക്ക് കിട്ടിയിട്ടുണ്ട്. 5th ഇരിക്കുന്ന മാൻ സിറ്റിയുമായിട്ടും 2ാമതിരിക്കുന്ന ചെൽസിയും തമ്മിലുള്ള ഗ്യാപ്പ് അതൊരു നല്ലൊരു ഗ്യാപ്പാണ്. ആ ഒരു ഗ്യാപ്പ് ഈ ഫെസ്റ്റീവ് ഫിക്സ്ചറിലേക്ക് നീങ്ങുന്ന സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. ടോപ്പ് 4 ആണ് പ്രയോറിറ്റി. പിന്നെ ബാക്കി കിട്ടുന്നതെല്ലാം ബോണസാണ്. ആമറിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ അത്ര മികച്ച രീതിയിലല്ല കളിച്ചുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അദ്ദേഹം തന്നെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുഡ് പെർഫോമൻസ് പോലും ചിലപ്പോൾ നമുക്ക് ആവറേജ് ആയിട്ട് തോന്നും. അതൊരു ഗുഡ് പെർഫോമൻസ് ആയിരുന്നു. എക്സ്ട്രാ ഓർഡിനറി അല്ല. പക്ഷേ സ്റ്റിൽ മൊമെൻറ്റ്സിൽ ഡെലിവറി ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് എന്താണെന്നറിയോ? ഈ ഡിസംബർ മാസത്തിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്ന ചില സ്റ്റാറ്റുകളുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുള്ളത് പുള്ളിക്കാരാണ് 4. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ മറ്റൊരു പ്രീമിയർ ലീഗ് താരം അടിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് ചെങ്ങായാണ് അടിച്ചിട്ടുള്ളത് 19. ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ ചെങ്ങായാണ് 12. ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ ഷോട്ട് ഓൺ ടാർഗറ്റ് അടിച്ചുള്ള ചെങ്ങയാണ് 11 ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ അറ്റംപ്റ്റ് ചെയ്തുള്ള ചെങ്ങയാണ് 19 ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തുള്ള ചെങ്ങയാണ് 12 അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റാറ്റ്സുകളിൽ കോൾ പാമർ ലീഡ് ചെയ്യുന്നുണ്ട്. ഈ മത്സരത്തിൽ ചങ്ങായി ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ മൊമെൻറ്റ്സിൽ ഡെലിവറി ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ടോസിനെ സംബന്ധിച്ചോളം മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഇതിൽ ഷെയ്ക്കിയായിരുന്നു, പക്ഷേ പിന്നെ ഗ്രോ ചെയ്തു. പക്ഷേ എംബൂമോയുടെ ഗോളിലൊക്കെ അദ്ദേഹത്തെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ഏരിയയിൽ ഇത്തിരി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡ്യൂലുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ചെൽസിയെ സംബന്ധിച്ചോളം സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ ഏരിയൽ ഡ്യൂലുകൾ വിൻ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ടോസിന് സഹായിക്കുമായിരിക്കാം, അറിയില്ല. പക്ഷേ എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല ആളിൽ. കോൾവിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ചില സാധനങ്ങൾ ചെൽസി ലോങ് ബോളുകളും കാര്യങ്ങളും നീക്കോയിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നീക്കോ പലപ്പോഴും വിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീക്കോയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു സിറ്റർ മിസ് ചെയ്തെങ്കിലും പുള്ളി നന്നായി തന്നെയാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ് നെറ്റ് പോസിറ്റീവാണ് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം. പിന്നെ മത്സരത്തിൻ്റെ ലാസ്റ്റ് കൺട്രോൾ നഷ്ടപ്പെട്ടല്ലോ ചെൽസിക്ക്, അത് ബിഗ് ടീമുകൾക്കെതിരെ പണി കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടീം ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ആകാനുണ്ട്. ഹെഡ് ഓഫ് ദ സ്കെഡ്യൂളിലാണ് എൻസോ മരസ്കയുടെ കീഴിൽ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ട് ഗോളുകളും കാര്യങ്ങളും അടിച്ചു കൂട്ടിക്കൊണ്ട് ചെൽസി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെൽസി പിന്നെ ടീമുകളെ ഔട്ട്സ്കോർ ചെയ്ത് ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ്. ഡിഫെൻസീവ്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.